സ്വർലോകരാജ്ഞിയായ അമ്മ മറിയത്തെക്കുറിച്ച് വിശുദ്ധ ബെർണാർഡ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവളെ വിളിച്ചപേക്ഷിച്ചാൽ നഷ്ടധൈര്യരാകില്ല. അവൾ നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാകില്ല. അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല. അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടുവാനില്ല. അവൾ മുൻപേ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല. അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. നിർമ്മല കന്യകയായ അമ്മ മറിയത്തിൻ്റെ വണക്കമാസം 30-ാം തീയതി. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകയെ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു. നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക. ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും, എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും, സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, നിന്റെ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾ ഇന്ന് ഭവനരഹിതരായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളാൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ, വീട് വച്ചിട്ട് ബാങ്കിൽ ലോൺ അടയ്ക്കാൻ സാധിക്കാതെ കഴിയുന്ന മക്കൾ, സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭവനം പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത മക്കൾ, വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുവാനാകാതെ വേദനയോടെ കഴിയുന്ന മക്കൾ, എല്ലാവരെയും അമ്മ മാതാവ് വഴി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീയാണ് ഏക ആശ്രയം, നീയാണ് ഏക ദൈവം. നീയല്ലാതെ മറ്റാരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വരിക? ദൈവമേ, ഈ 30 ദിവസവും ഞങ്ങൾ അർപ്പിച്ച ജപമാല പ്രാർത്ഥനകൾ വഴി ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകൾ നീ കേട്ടറിയതിന് ഏറെ നന്ദി പറയുന്നു.